കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്നെന്ന പരാതി വ്യാജം. പരാതിക്കാരനായ ആനക്കുഴിക്കര സ്വദേശി റഹീസ് ഉൾപ്പെടെ 2 പേർ കസ്റ്റഡിയിലായി. ബുധനാഴ്ചയാണ് പൂവാട്ടുപറമ്പിലെ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ട കാറിൽ നിന്നും പണം മോഷണം പോയത്. പ്രതികരണം കേൾക്കാം ആദ്യം. ഇതിൽ ഈ പണത്തിൻ്റെ ഉറവിടത്തെ പറ്റിയിട്ട് കാര്യങ്ങൾ കുറച്ച് രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ രേഖകളുടെ നിജസ്ഥിതി പരിശോധിക്കും. അതനുസരിച്ച് പരിശോധിച്ച ശേഷം മറ്റ് നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതാണ്. പണം 40,25,000 ഉണ്ടെങ്കിലും അന്ന് വണ്ടിയിൽ ഈ പണം ഒന്നുമില്ലായിരുന്നു, 1 രൂപ പോലും ഇല്ലായിരുന്നു. എടുത്തു കൊണ്ടുപോയത് ഡമ്മി ചാക്കിൽ വെറുതെ കൊണ്ടുപോകുന്ന സാധനമാണ്. അത് നിങ്ങൾ കണ്ടാലറിയാം, വിഷ്വൽ കണ്ടാലറിയാം. ഒരു തുക കൊണ്ടുപോകുന്ന രീതി കണ്ടാൽ നമുക്ക് വളരെ മനസ്സിലാക്കാവുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ വളരെ പെർഫെക്റ്റ് പ്ലാനിങ് ആയിരുന്നു. ഞങ്ങൾ അതിലും പെർഫെക്റ്റ് അന്വേഷിച്ചു. ആശംസ് സിദ്ധാർത്ഥ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ആശംസ്, ഈ റഹീസ് പിടിയിലായ ആൾ, പരാതി നൽകിയ ആളാണ്. ഇയാൾ എന്തിനാണ് ഇങ്ങനൊരു കവർച്ചാ നാടകം നടത്തിയത്? സന്ധ്യ, ഞാൻ ആദ്യം മുതലേ ഈ കഥ പറഞ്ഞു തുടങ്ങാം. എങ്ങനെയാണ് അന്വേഷണ സംഘം റഹീസിലേക്ക് എത്തിയത് എന്ന് മുതൽ വിശദമായി പറയാം. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ റഹീസ് ഇങ്ങനെയൊരു പരാതി നൽകുന്നത്. അതായത് പൂവാട്ടുപറമ്പിലെ സ്വകാര്യ ആശുപത്രി ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് 40,25,000 രൂപ മോഷണം പോയി എന്നായിരുന്നു പരാതി. എന്തായാലും ഈ പരാതി അന്വേഷണ സംഘം അന്വേഷിക്കുന്നു. ഇതേ തുടർന്ന് അവർ ഈ സ്ഥലത്തുള്ള CCTV ഉൾപ്പെടെ പരിശോധിച്ചു. ആ CCTVയിൽ 2 പേരുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. 2 പേർ ഒരു സ്കൂട്ടറിൽ ഈ കാറിൽ നിന്ന് ഒരു ചാക്കുമായി കടന്നു കളയുന്ന ദൃശ്യമായിരുന്നു ആ CCTVയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും റഹീസ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് ഈ സംഭവം നടന്ന് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് റഹീസ് ഇങ്ങനെ ഒരു പരാതി മെഡിക്കൽ കോളേജ് പോലീസിന് നൽകുന്നത്. ഇതാണ് ആദ്യമായി പോലീസിനെ ഇങ്ങനൊരു സംശയത്തിന് ഇടയാക്കിയത്. എന്തായാലും ഈ 2 അംഗ സംഘത്തെ കേന്ദ്രീകരിച്ച് പോലീസ് പിന്നീട് അന്വേഷണം നടത്തുന്നു. ഇവർ റഹീസിന്റെ സുഹൃത്തുക്കളാണെന്നും റഹീസിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ജംഷിയും അതുപോലെ തന്നെ സാജിദും, ഇവർ 2 പേരാണ് ഈ കവർച്ച നടത്തിയത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസിന്റെ അടുത്ത നടപടി എന്നുള്ളതാണ്. കാരണം വ്യാജമാണ് എന്ന് അറിയുന്നു. അപ്പോൾ അതിലെ ദുരൂഹതകൾ കൂടുതലായി ഒക്കെ ചുരുളഴിഞ്ഞുവോ? നേരത്തെ പോലീസ് ഓഫീസർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അടുത്ത നീക്കം എന്താണ്? അടുത്ത നീക്കം, ഇവർ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിനും അതുപോലെ തന്നെ വ്യാജ പരാതി നൽകിയതിനുമെതിരെയാണ് ഇപ്പോൾ ഇവർക്കെതിരെ 3 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ റഹീസിന്റെ ഭാര്യ പിതാവ്, അദ്ദേഹം 40 ലക്ഷം രൂപ മറ്റൊരാളെ ഏൽപ്പിക്കാൻ വേണ്ടി റഹീസിനെ ഏൽപ്പിച്ചിരുന്നു. ഈ പണം റഹീസിന്റെ കയ്യിൽ നിന്ന് ചിലവായി പോയി. ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയൊരു വ്യാജ കവർച്ച റഹീസ് നടത്തിയത് എന്നാണ് ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജീഷ്, ശരി ആശംസ.